ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സ്റ്റാർ പുളി കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ അടുക്കളയിലേക്കുള്ള പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഫീലാണ് എനിക്കുള്ളത്. നമ്മൾ ആദ്യമായിട്ട് തന്നെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യൂലേ, അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്കുള്ളത്. പുറത്ത് മരത്തിൻ്റെ മുകളിൽ കുറേ സ്റ്റാർ പുളി കണ്ടിന്. വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ അച്ചാറിൻ്റെ ഒരു പൊടി പോലുമില്ല. അപ്പോൾ ഞാൻ അനിയത്തിനോട് പറഞ്ഞു കുറച്ച് സ്റ്റാർ പുളി ഒന്ന് പറിച്ച് തന്നാൽ എനിക്ക് അച്ചാറിട്ട് തരാമെന്ന്. എനിക്ക് അച്ചാറിടാൻ ആഗ്രഹമായിട്ടല്ല, പക്ഷേ എനിക്ക് ഇതൊക്കെ മുറിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഞാൻ തന്നെ എന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ. പിന്നെ നല്ല വേദനയൊക്കെ കാലിനൊക്കെ ഉണ്ട്. ഇത് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ 2 ദിവസം കൊണ്ട് എടുത്ത വീഡിയോ ആണിത്. ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കിയതൊന്നല്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ സ്റ്റാർ പുളിയൊക്കെ മുറിച്ചിട്ട് പിന്നെ ഇതാ ഈത്തപ്പഴമൊക്കെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈത്തപ്പഴയിൽ നിന്ന് എടുത്തിട്ട് ഇടുന്നതൊക്കെ. വേഗമൊന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. പിന്നെ അതൊക്കെ നല്ല പോലെ കഴുകി എടുത്തിട്ട് ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് കേട്ടോ ബാക്കി പണിയെടുക്കുന്നത്. കുറേ സമയം നിൽക്കാൻ വേണ്ടി പറ്റൂല, അതുകൊണ്ട് ഇരുന്നിട്ടാണ് ഈത്തപ്പഴത്തിൻ്റെ കുരു കളയുന്നത്. അത് കളയാൻ നല്ലോണം കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഉറപ്പില്ലാതായതുകൊണ്ട് ഇടത് കൈക്ക് നല്ലോണം ബലം കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്നാലും തിരക്കേടില്ല. കുറേ സമയം എടുത്തിട്ടാണെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇതാ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഞാൻ മെല്ലെ മാറ്റിക്കളയുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിന്, ആലിയാക്ക് ഇരിക്കപ്പുറതി ഇല്ലയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പണിയെടുക്കുന്നത്, ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. തിരിച്ച് അങ്ങോട്ടും ഒരുപാട് സ്നേഹം മാത്രം. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇരിക്കപ്പുറതിയില്ലായിട്ടൊന്നുമല്ല. 1 മാസത്തോളമായി ഞാൻ ഇങ്ങനെ കിടക്കയിൽ കിടക്കുന്നു. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും, ഒരു ദിവസം പോലും ഒരു സ്ഥലത്തെങ്കിലും യാത്ര ചെയ്യാത്തവളാണ് ഞാൻ. ഏതെങ്കിലും പോകാനുണ്ടാകും, വെറുതെ വീട്ടിലിരിക്കില്ല. ഒന്നെങ്കിൽ വീട്ടിലത്തെ പണി, ഇല്ലെങ്കിൽ നമ്മൾ ഓർഡർ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ. ഒരു ദിവസം പോലും ഞാൻ വെറുതെ വീട്ടിലിരുന്നിട്ടുണ്ടാവില്ല. എപ്പോഴും യാത്ര ചെയ്യേണ്ടതായിട്ട് വരലുമുണ്ട്. അങ്ങനത്തെ ഞാൻ 1 മാസത്തോളം വീട്ടിലിങ്ങനെ കിടന്നിട്ട് എൻ്റെ ദിവസങ്ങൾ കളഞ്ഞു. പക്ഷേ എനിക്ക് ബോറടിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് സാഹചര്യം വന്നാലും ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടിട്ട് അങ്ങ് ജീവിക്കും ഞാൻ. ആ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. പിന്നെ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇരിക്കപ്പുറതിയില്ലായിട്ടല്ല, ഞാൻ തളർന്നിട്ടില്ല. തളർത്താൻ എന്നെ പറ്റൂലെന്ന് എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു വാശി. എൻ്റെ തളർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകുമായിരിക്കും, എന്നെ ഇഷ്ടപ്പെടുന്നതും ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അവരുടെ മുന്നിലൊന്നും ഞാൻ തളർന്നിട്ടില്ല എന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ടാവും വിധം പോലെ ഞാൻ ഓരോന്നും കട്ട് ചെയ്യാനും മുറിക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അതൊക്കെ ഒരു ദിവസം ഞാൻ ചെയ്തു വെച്ചതാണ്. പിന്നെ കറണ്ട് പോയിട്ടും കാലുവേദനയൊക്കെ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കാൻ നിന്നിട്ട് അതവിടെ ഫ്രിഡ്ജിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ സ്റ്റാർ പുളിയിലൊന്നും ഞാൻ ഉപ്പിട്ടിട്ടൊന്നും വെച്ചിട്ടില്ല. അതുപോലെ എങ്ങനെയാണ് മുറിച്ച പോലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. പിന്നെ ഇതാ പിറ്റേന്ന് ഇന്നലെ, അതായത് വെള്ളിയാഴ്ചയാണ് ബാക്കി പണി തുടങ്ങിയത്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് കടുവും കൂടി മിക്സിയിൽ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഉലുവയും ചെറിയ ജീരകവും കൂടിയിട്ട് അത് നല്ലപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ കടുകൊക്കെ ഇട്ട് ചതച്ചത് അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് മുളകിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പ്ലെയിൻ മുളക് പൊടിയാണ്, അതിൽ മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നുമില്ല. പിന്നെ അച്ചാർ പൊടിയും കൂടി വേണമായിരുന്നു, പക്ഷേ അച്ചാർ പൊടി ഇവിടെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ചേർക്കാണ്ടിരുന്നത്. പിന്നെ ഇതാ അതിലേക്ക് ഈത്തപ്പഴം പിന്നെ സിർക്ക കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. വെള്ളം കൂട്ടുന്നില്ല കേട്ടോ, എല്ലാം സിർക്കയാണ്. അതുപോലെ തന്നെ മിക്സിയിൽ കറക്കിയെടുത്ത വെള്ളവും അതും സിർക്ക തന്നെയാണ്. വെള്ളം ചേർക്കുന്നേ ഇല്ല, വെള്ളം ചേർത്താൽ അത് വേഗം മോശമാവും. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചാറായതുകൊണ്ട് കുറച്ച് ആവശ്യത്തിലധികം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ അനിയത്തി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. അത് ഞാൻ വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ടായിന്. അതവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അച്ചാർ നോക്കുമ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറേ സമയം ഞാനിത് ചെറിയ തീയിലിങ്ങനെ വെച്ചിട്ട് തിളച്ച പാടും ഞാൻ അത് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതേ അടുപ്പത്ത് തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഇതാ നമ്മുടെ സ്റ്റാർ
പുളിയില്ലേ അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് മാങ്ങ, നാരങ്ങ, സ്റ്റാർ പുളി ഏതായാലും ഇതുപോലെ മുറിച്ചിട്ട് അതിൽ ഉപ്പൊന്നും ഇട്ടുകൂടാ. ഉപ്പിടാണ്ട് അങ്ങനെ ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ടേസ്റ്റ് 1-2 ദിവസം കഴിയണം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉപ്പും പുളിയൊക്കെ അപ്പുറം ഇപ്പുറം പിടിച്ചിട്ട് റെഡി ആയി കിട്ടും. പിന്നെ ഇതുവരെ അവിടെ ഉണ്ടായ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ സ്പീഡിലിട്ടിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുത്തിട്ടാണ് ഇപ്പോൾ എൻ്റെ എല്ലാ പണികളും. പിന്നെ മിനിയാന്നത്തെ വീഡിയോയിലുണ്ടായിന് ആ സിങ്കിൽ വേസ്റ്റ് ഇട്ടതിന് പറ്റിയതാണ്. ഈ അരിപ്പയിലേക്കാണ് ആ വേസ്റ്റ് പോകുന്നത്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാത്രം കഴുകി എടുത്തത് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു കൈ എന്താ ചെയ്യുക, പടച്ചോൻ്റെ ഓരോ വിധികളെ. പിന്നെ ഞാൻ അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ല പോലെ ചൂടായിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ നല്ല ചൂടായിട്ട് വരുമ്പം ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിയൊക്കെ ഇട്ട് പിന്നെ അതൊക്കെ വെന്ത് വരുമ്പം അനിയത്തി അതൊക്കെ ഒന്ന് ഊറ്റിയിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിങ്ങനെ 2 കൈ കൊണ്ടും ഒരുപോലെ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇതൊക്കെ അനിയത്തി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തട്ടിക്കൂട്ട് മന്തി, പല വിധത്തിലും മന്തി ഉണ്ടാക്കുക, ഓരോരുത്തരും ഓരോ രീതിയിലുണ്ടാക്കും. ഇതൊരു തട്ടിക്കൂട്ട് അങ്ങനെ വെറുതെ ഉണ്ടാക്കി വെള്ളിയാഴ്ച ആയതുകൊണ്ട്. പിന്നെ എനിക്ക് നല്ല പോലെ ദാഹിച്ചിട്ടുണ്ട്. അപ്പം സാധാ വെള്ളം വേണ്ടാന്ന് വിചാരിച്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വത്തക്ക മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കളിയാന്ന് എൻ്റെത്. കുറേ സമയം പരിശ്രമിച്ച് കത്തി അതിൻ്റെ ഇടയിൽ കുടുങ്ങി അതെടുക്കാനും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഒരു വത്തക്കല മുറിക്കാൻ കളിക്കൂലേ അതുപോലത്തെ ഒരവസ്ഥ. ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ ഓർത്തിട്ട് ഞാൻ സ്വയം തന്നെ ഒരുപാട് കരയാറുണ്ട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ചിന്തിച്ചിട്ട്. പിന്നെ കുറേ സമയം ഞാൻ വീഡിയോസിൽ ഓരോരുത്തരെ വീഡിയോ കാണുമ്പോൾ അവർക്ക് കൈയുണ്ടാവില്ല, കാലുണ്ടാവില്ല, പിന്നെ അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഒരു ചലനശേഷിയും ഇല്ലാണ്ട് വീൽ ചെയറിലൊക്കെ ജീവിക്കുന്നവരെ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റേത് ഒന്നും അല്ല എന്നുള്ള നിലക്കാണ് ഞാനിപ്പം പണിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നെക്കൊണ്ട് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, ഞാൻ ഇതും അതിജീവിക്കും, ഇതിനെക്കാട്ടി ഉഷാറിൽ ഞാൻ വരും എന്നുള്ളൊരു എന്നോട് തന്നെ എനിക്കുള്ളൊരു വാശിയായിട്ടാണ് ഞാനിപ്പോൾ ഓരോന്നും ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ ആ ജ്യൂസും കുടിച്ച് മധുരമൊന്നും അതിലിട്ടിട്ടില്ല. മധുരമൊന്നും ഇപ്പോൾ എനിക്ക് വേണ്ട. അങ്ങനെ പിന്നെ ഒരു മഞ്ചും കൂടി അവിടെ കിടന്നിട്ട് തിന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രാവിലെ നാസ്ത കഴിച്ചിട്ടുണ്ടായിട്ടാ. എന്തെന്നാ ഉണ്ടാക്കിയെന്ന് വരെ ഞാൻ നോക്കിയിട്ടുണ്ടായിട്ടാ നാസ്തക്ക്. അപ്പോൾ ഞാൻ 1:30 മണിയാകുമ്പം തന്നെ ചോറ് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ചൂട് ചോറ്, നല്ല എരിവൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നാസ്ത എന്താണെന്നൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പൊക്കെ ഉണ്ട് നല്ല അടിപൊളി. നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഇംഗ്ലീഷുകാരുടെ വെളുത്ത മുട്ടയും വെള്ളയപ്പമാണ് നാസ്തക്ക് ഉണ്ടായത്. അപ്പോൾ അത് മിസ്സാക്കാണ്ട് ഞാൻ ചോറ് മോക്കന്നെ കൊടുത്തിട്ട് അത് കഴിക്കുക ചെയ്തത്. അടിപൊളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ വെളുത്ത മുട്ടൻ്റെ റെസിപ്പി വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്തോ. പിന്നെ ഒരു കോലുമുട്ടായും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നലത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.